ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സർഗലയം യൂട്യൂബ് ചാനൽ. തഞ്ചാവൂർ യാത്രയുടെ ഭാഗമായി ഞാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് തഞ്ചാവൂർ പാലസിലാണ്. ഇവിടുത്തെ ആർട്ട് ഗാലറിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിസുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആർട്ട് ഗാലറിയിലെ സുന്ദര ശില്പങ്ങളുടെ കമനീയ കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ആ സുന്ദര ദൃശ്യങ്ങളിലേക്ക് പോകാം. ആർട്ട് ഗാലറിയുടെ എൻട്രൻസ് ആണിത്. ഈ എൻട്രൻസ് കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിവിശാലമായ ഒരു ഹാളാണ് കാണുന്നത്. അതിമനോഹരമായ ശില്പങ്ങളും കരിങ്കല്ലിലും വെങ്കലത്തിലും രൂപകൽപ്പന ചെയ്ത ശില്പങ്ങൾ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ദേവന്മാർ, അങ്ങനെ ഒരുപാട് ശില്പങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ശില്പങ്ങൾക്ക് താഴെയും അതിൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ചോള രാജാക്കന്മാരുടെ ഭരണകാലത്ത് പണി കഴിപ്പിച്ചതാണ് ഈ ഗാലറി. ഇത് രാജരാജ ചോളന്റെ പേരിലുള്ള ആർട്ട് ഗാലറിയാണ്. രാജരാജ ചോള ആർട്ട് ഗാലറി. വർണ്ണിക്കാനാകാത്ത ശില്പചാരുതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പാലസിൻ്റെ തൂണുകളും ചുമരുകളും എല്ലാം ഭംഗി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഞാനിപ്പോൾ പാലസിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഹാളിൽ കണ്ട ശില്പങ്ങളെക്കാൾ കൂടുതൽ ശില്പങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള, വ്യത്യസ്ത രൂപത്തിലുള്ള അതിമനോഹരമായ ശില്പങ്ങൾ. AD 9-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ രൂപകൽപ്പന ചെയ്ത ശില്പങ്ങളാണ് ഇതെല്ലാം. ഇവയ്ക്കെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇവിടെ നിന്നും കുറച്ചുകൂടെ അകത്തേക്ക് പോകുമ്പോൾ വീണ്ടും ധാരാളം ശില്പങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിസുന്ദരമായ ഒരു മയിലിൻ്റെ ശില്പം. ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ കരിങ്കല്ലിലും വെങ്കലത്തിലും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഓരോ വിഗ്രഹങ്ങളും ഓരോ കഥകളാണ് നമ്മോട് പറയുന്നത്. പ്രൗഢഗംഭീരമായ രാജഭരണകാലത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന അതീവ ഹൃദ്യമായ കാഴ്ചകൾ. ആർട്ട് ഗാലറിയുടെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ധാരാളം ശില്പങ്ങൾ കാണാം. ഗാലറിയുടെ സീലിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു രാജാവിൻ്റെ പ്രതിമയുണ്ട്, വെള്ളപ്രതിമ. ഇതെല്ലാം തന്നെ ശില്പഭംഗി കൊണ്ട് നിറഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നടരാജ വിഗ്രഹം.
നടരാജ വിഗ്രഹങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓരോ വിഗ്രഹത്തിൻ്റെയും അടുത്തായി ചുമരുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പുതിയ അറിവുകൾ നൽകുന്ന കാഴ്ചകളാണിതെല്ലാം. അതിഗംഭീരമായ കാഴ്ചകൾ, അതിമനോഹരമായ വിഗ്രഹങ്ങൾ എല്ലാം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വായിക്കാനുള്ള സമയമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ നടരാജ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അവരോടൊപ്പം ചേർന്നു. ആറ്റുകാലറിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഈ കാഴ്ചകളിൽ നിന്ന് തുടർന്നുള്ള വിസ്മയ കാഴ്ചകൾ തേടി യാത്രയാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.